1000 കോടിയിലേറെ രൂപയുടെ പാതിവില തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണൻ വാങ്ങിക്കൂട്ടിയത് കോടികളുടെ ഭൂസ്വത്ത്. കർണാടകയിൽ മുന്തിരിത്തോട്ടവും പാലക്കാട് അമ്മയുടെ പേരിൽ തെങ്ങിൻ തോപ്പും പാലാ നഗരത്തിൽ 40 സെന്റ് ഭൂമിയും വാങ്ങി. അനന്തകൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെ അമ്മയും സഹോദരിയും തൊടുപുഴയിലെ വീട് പൂട്ടി മുങ്ങി. CSR ഫണ്ട് തട്ടിപ്പിലൂടെ കോടികൾ സ്വന്തമാക്കിയ അനന്തകൃഷ്ണൻ പ്രദേശത്ത് തന്നെ വാങ്ങിയ 1 ഏക്കറിലധികമുള്ള റബ്ബർ തോട്ടമാണിത്. ഇത്തരത്തിൽ നിരവധി ഭൂമികളാണ് ഈ പ്രദേശത്ത് സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലുമായി അനന്തകൃഷ്ണൻ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. സാധാരണക്കാരന് പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി വാങ്ങിയ പണം ഉപയോഗിച്ചാണ് അനന്തകൃഷ്ണൻ സഹോദരിയുടെയും അമ്മയുടെയും സഹോദരി ഭർത്താവിൻ്റെയും പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി സ്വന്തമാക്കിയത്. സഹോദരിയുടെ വീടിന് മുന്നിൽ 13 സെന്റ് സ്ഥലവും തൊട്ടടുത്ത് തന്നെ 1 ഏക്കർ റബ്ബർ തോട്ടവും 33 സെന്റ് ഭൂമിയും ചോദിച്ച പണം കൊടുത്താണ് അനന്തകൃഷ്ണൻ വാങ്ങിയത്. പാലാ നഗരത്തിൽ കോടികൾ വില വരുന്ന 40 സെന്റ് ഭൂമിയാണ് അനന്തകൃഷ്ണൻ അമ്മയുടെ പേരിൽ വാങ്ങിയത്. ഇതിനു പുറമെ പാലക്കാട് തെങ്ങിൻ തോട്ടവും കർണാടകത്തിൽ മുന്തിരിത്തോട്ടവും തട്ടിപ്പണം ഉപയോഗിച്ച് വാങ്ങി. മുൻപ് തന്നെ തട്ടിപ്പ് നടത്തി പരിചയമുള്ള ആളാണ് അനന്തകൃഷ്ണൻ എന്ന് നാട്ടുകാരും പറയുന്നു. അത് ഇതുപോലെ മനുഷ്യനോ അങ്ങനെയുള്ള പല പരിപാടികളാണ്. ഏത് വർഷമായാലും 2018, 19 അങ്ങാണ്ടാന്ന് തോന്നുന്നു ഒന്ന് പോയത്. അതിന് മുമ്പ് നിറയെ പോയിട്ടുണ്ട്. പലർക്കും പൈസ കൊടുക്കാണ്ടെന്നറിയാം. എങ്കിലും ഇവിടെ ഒത്തിരി പേര് പെട്ടുപോയിട്ടുണ്ട്. ഇതിനു പുറമെ തട്ടിപ്പണം ഉപയോഗിച്ച് കാറുകളും ബൈക്കുകളും അടക്കം വാങ്ങിക്കൂട്ടിയിരുന്നു. തട്ടിപ്പ് കേസിൽ അനന്തകൃഷ്ണൻ അകത്തുപോയതിനു പിന്നാലെ വീട് പൂട്ടി അമ്മയും സഹോദരിയും അടക്കം മുങ്ങി. അമ്മയോടൊപ്പം താമസിച്ചിരുന്ന വീട് പൂട്ടിയിട്ട നിലയിലാണ്. മൂവാറ്റുപുഴ നഗരത്തിൽ തന്നെ മുഴുവൻ പണവും കൊടുത്ത് സ്വന്തമാക്കിയ 2 ഭൂമികളുടെ രജിസ്ട്രേഷൻ നടത്താനും അനന്തകൃഷ്ണൻ പദ്ധതിയിട്ടിരുന്നു. ജയിലിലായതിനാൽ മാത്രമാണ് ഈ രജിസ്ട്രേഷൻ നടക്കാതെ പോയത്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് സ്വന്തമാക്കിയ ഈ ഭൂമിയെല്ലാം കണ്ടുകെട്ടാൻ അടുത്ത ദിവസം തന്നെ നടപടി തുടങ്ങാനാണ് പോലീസിന്റെ നീക്കം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി.